ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്നും UDF-ന് ഒരു പ്രതിനിധി ഉണ്ടാകുമെന്ന് മുൻ MLA അനിൽ അക്കര. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ഓട്ടുപാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരിയിൽ വികസനം മുരടിച്ചിരിക്കുകയാണെന്നും മുൻപ് അനുമതി ലഭിച്ച പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങൾ എന്തായെന്ന് MLA വ്യക്തമാക്കണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്നും UDF-ന് ഒരു പ്രതിനിധി ഉണ്ടാകുമെന്ന് മുൻ MLA അനിൽ അക്കര. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ഓട്ടുപാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരിയിൽ വികസനം മുരടിച്ചിരിക്കുകയാണെന്നും മുൻപ് അനുമതി ലഭിച്ച പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങൾ എന്തായെന്ന് MLA വ്യക്തമാക്കണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു. തന്റെ ആദ്യ ലക്ഷ്യം അടാട്ട് പഞ്ചായത്ത് തിരിച്ചുപിടിക്കലായിരുന്നുവെന്നും രണ്ടാമത്തെ ലക്ഷ്യം വടക്കാഞ്ചേരി മണ്ഡലം UDF തിരിച്ചുപിടിക്കുക എന്നതാണെന്നും അനിൽ അക്കര പറഞ്ഞു. തനിക്കെതിരെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ചും നീതു ജോൺസൺ എന്നൊരാളെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചും നടത്തിയ രാഷ്ട്രീയ കാപട്യത്തെ വടക്കാഞ്ചേരിയിൽ പരാജയപ്പെടുത്തും. താൻ മത്സരിക്കാനല്ല വടക്കാഞ്ചേരിയിൽ വന്നതെന്നും UDF പ്രതിനിധിയെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ എന്താണെന്ന് MLA വ്യക്തമാക്കണം. വടക്കാഞ്ചേരി ബൈപ്പാസ് പ്രൊജക്ട്, പീച്ചി വാഴാനി കോറിഡോർ, മംഗലം പുന്നമ്പറമ്പ് റോഡ്, മെഡിക്കൽ കോളേജ് വികസനം, ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ തുടങ്ങി പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്റെ ഭരണകാലത്ത് അനുമതി ലഭിച്ചതാണെന്നും അവയുടെ തുടർ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2026-ലാണ് ഇത് പൂർത്തിയാക്കുന്നത്. നിങ്ങൾ ഏത് ചെയ്തെന്നാണ് പറയുന്നത്? എവിടെ നിങ്ങളുടെ വാഴാനി വിലയിൽ നിന്ന് കൊറിഡോർ എവിടെയാണ്? ഞാൻ എവിടെ പോയി? എവിടെ വേറെ പോയി? അവിടെ പണ്ടുണ്ടായിരുന്ന പിടുത്തന്നെ ഇപ്പോഴും ആ പിടുത്തന്നെ വേറെ വ്യത്യാസം വന്നിട്ടില്ല. ഒരു വ്യത്യാസം അവിടെ വന്നിട്ടില്ല. ഗണേഷ് കുമാർ അവിടെ പോകാതിരുന്ന നന്നായി എന്നത് മാത്രമാണ് ബാക്കിയൊരു വ്യത്യാസം അവിടെ വന്നിട്ടില്ല. അവിടേക്കുള്ള റോഡ് ഞാൻ വന്നിട്ടാണ് ഇപ്പോഴാണ് അവിടേക്കുള്ള റോഡ് ടാർ ചെയ്തത്. അപ്പൊ അങ്ങനെ ഞാൻ ടാർ ചെയ്ത റോഡ് നോക്കിയപ്പോ ഇടയിലൊരു കല്ല് ഞാൻ റോഡ് ഇടയിലൊരു കല്ല് എന്താ? ശേഖർ സെറ്റപ്പിൽ ഉണ്ടാക്കിയ കിടങ്ങിന്റെ മുകളിൽ ഒരു പാലം. എന്താണ് ഒരു കിടങ്ങിന്റെ? ആ കിടങ്ങിന്റെ മുകളിൽ ഒരു പാലം, ഒരു കല്ലിരിക്കും. ഞാൻ നോക്കിയപ്പോ ഈ പറഞ്ഞ ഇവിടെ കല്ല് വെച്ചല്ലോ. ഞാൻ ആദ്യമായിട്ട് കാണും ഈ രാജ്യത്ത് ഓരോ വികസന പ്രവർത്തനം വ്യത്യാസത്തിനനുസരിച്ച് വരും. നമ്മൾ റോഡ്, സാധാരണ റോഡ് ടാർ ചെയ്യും, അതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയും ഉദ്ഘാടനം നടത്താൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപിന്റെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. രാജേന്ദ്രൻ അരങ്ങത്ത്, NR സതീശൻ, ജിജോ കുര്യൻ, PJ രാജു, PN വൈശാഖ്, SA ആസാദ്, NR രാധാകൃഷ്ണൻ, ജെയ്സൺ മാത്യു, O ശ്രീകൃഷ്ണൻ, MH ഷാനവാസ് തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു. You are watching VCV News.